പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ ഒന്നിച്ചുള്ള പോരാട്ടവുമായി ആത്മീയ സാമൂഹ്യ നേതാക്കൾ. പോരാട്ടത്തിന്റെ ആദ്യപടിയായി എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി ഓഫീസ് തുറന്നു. മതവും രാഷ്ട്രീയവും മറന്നുള്ള പ്രതിഷേധങ്ങൾക്കാണ് തങ്ങൾ ഒരുങ്ങുന്നതെന്ന് ജനകീയ സമിതിക്ക് നേതൃത്വം നൽകുന്നവർ അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ BJPയുടെയും കോൺഗ്രസിന്റെയുമെല്ലാം പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് ആത്മീയ സാമൂഹ്യ നേതാക്കൾ കൂടി ഒന്നിച്ചുള്ള പോരാട്ടത്തിനായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. സമിതിയുടെ നേതൃത്വത്തിൽ ആവശ്യമെങ്കിൽ നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്തുമെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി നമ്മളൊരു 1.5 മാസം മുൻപ് രൂപം കൊടുത്തതാണ്. അതായത് ബ്രൂവറി വരുന്നതിനെതിരായിട്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാ സംഘടനക്കാരെയും ഒത്തുചേർത്തിക്കൊണ്ട് ഒരു കൂട്ടായിട്ടുള്ള ഒരു സമരമുറ ആവശ്യം വന്നാൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു കൂട്ടായ്മ. ഒരു കാരണവശാലും ഇവിടെ മദ്യനിർമ്മാണശാല വരാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വേണ്ടി വന്നാൽ ഏത് സമയത്തും ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിവെച്ചിട്ടുണ്ട്. ജനകീയ സമിതിക്ക് BJPയും പൂർണ്ണ പിന്തുണ അറിയിച്ചു. CPM ഒഴികെ എല്ലാവരും മദ്യനിർമ്മാണശാലയ്ക്ക് എതിരാണെന്നും BJP പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയം എല്ലാം, അതായത് ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ കേരള സർക്കാരിനെ അനുകൂലിക്കുന്ന സംഘടന ഒഴികെ ബാക്കി മുഴുവൻ പേരും ഒരുമിച്ച് തന്നെ മുന്നേറി ഒരു സംഘടിതമായി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇല്ലെങ്കിൽ ഈ എലപ്പുള്ളിയെ മരുഭൂമിയാക്കാൻ അനുവദിക്കില്ല എന്ന ആ ഒരു ഊന്നൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ കമ്പനി ഏത് വിധത്തിലും വരാൻ ഏതുതര സമരങ്ങളുമായി മുന്നോട്ട് പോയാലും അത് അനുവദിക്കില്ല എന്നാണ് തീരുമാനം. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യാണ് സമിതിയുടെ രക്ഷാധികാരി. ജില്ലയിലെ ക്രിസ്ത്യൻ സംഘടനകളും സമിതിയിലുണ്ട്. നാളെ മുഖ്യമന്ത്രി ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിന് കേരളത്തിലെ എല്ലാ മതമേലധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. വളരെ വിനയത്തോടും ബഹുമാനത്തോടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട്, ഈ എലപ്പുള്ളിയുടെ മാത്രമല്ല പാലക്കാടിന് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു ആവശ്യം ഞങ്ങൾ വിനയത്തോടെ പറയട്ടെ. ഈ മദ്യവ്യാപനത്തിന് ഇട നൽകുന്ന ഈ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി റദ്ദാക്കിക്കൊണ്ട് ഈ വിഷയത്തോടുള്ള ആത്മാർത്ഥത കേരളത്തിലെ ജനങ്ങളോട് തെളിയിക്കണം എന്നാണ് വളരെ വിനയത്തോടെ എലപ്പുള്ളിയിലെയും പാലക്കാടെയും കേരളത്തിലെയും സമാധാനകാംക്ഷികളായ ജനങ്ങളുടെ മുഴുവൻ ഒരാവശ്യം തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വരും ദിവസങ്ങളിൽ സമിതിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായ സമരം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ പടിയെന്നോണം ഐക്യദാർഢ്യ സമ്മേളനം അടുത്ത ദിവസം ചേരും. ജനം, പാലക്കാട്.